മലയുടെ വലിപ്പമുള്ള ഒരു കല്ല് എൻ്റെ നെഞ്ചിൽ നിന്ന് ഉയർത്തിയതുപോലെ തോന്നുന്നു. എനിക്ക് വീണ്ടും വിശ്വസിക്കാൻ കഴിയും. നീതി ലഭിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്. എൻ്റെ സ്വന്തം ജീവിതത്തിനും എൻ്റെ മക്കളുടെ ജീവിതത്തിനു വേണ്ടിയുള്ള ഈ വിധിയുടെ മുഴുവൻ അർത്ഥവും ഞാൻ ഉൾക്കൊള്ളുമ്പോഴും ഇന്ന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രാർത്ഥന ലളിതമാണ്. എല്ലാറ്റിനും ഉപരിയായി നിയമവാഴ്ച ഉണ്ടാകണം. നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്വരായിരിക്കണം. ഗുജറാത്ത് സർക്കാർ 11 പ്രതികൾക്ക് അനുവദിച്ച മോചനം സുപ്രീം കോടതി റദ്ദാക്കി മണിക്കൂറുകൾക്ക് ശേഷം അതിജീവിത ബിൽക്കിസ് ബാനു തന്റെ അഭിഭാഷകൻ മുഖേന ഒരു മാധ്യമത്തോട് പറഞ്ഞ വാക്കുകളാണിത്. പോരാട്ടത്തിന്റെ മുഖമാണ് ബിൽക്കിസ് എന്ന പേരിന് ഇന്നുള്ളത്. ബിൽക്കിസ് തന്റെ ജീവിതത്തിൽ നേരിട്ടത് സമാനതകളില്ലാത്ത ക്രൂരകൃത്യം. പക്ഷേ ആ ക്രൂരതകളൊന്നും അവളെ തളർത്തിയില്ല. നീതി തേടി അവൾ ഒടുവിലെത്തിയത് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന് മുന്നിലും. വർഷങ്ങൾക്കിപ്പുറവും ആ ക്രൂരകൃത്യത്തിലെ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കുന്നതിൽ അവൾ വിജയിച്ചു. നീതി ലഭിക്കാതെ പോകുന്ന അല്ലെങ്കിൽ നീതി ലഭിക്കില്ല എന്ന് കരുതുന്ന പലർക്കും ഈ വിജയം നൽകുന്നത് ഒരു ഉറപ്പാണ്. നീതി പുലരും എന്ന ഉറപ്പ്. കഴിഞ്ഞ ദിവസമാണ് ബിൽക്കിസ് ബാനു കേസിലെ 11 പ്രതികളെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച ഗുജറാത്ത് സർക്കാരിന്റെ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയത്. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം പ്രമാണിച്ചാണ് ജയിലിലെ നല്ല നടത്തിപ്പിന്റെ പേരിൽ പ്രതികളെ ജയിൽ മോചിതരാക്കാൻ ഗുജറാത്ത് സർക്കാർ തീരുമാനിച്ചത്. ഇതിനെ കോടതി രൂക്ഷമായി വിമർശിച്ചു. പ്രതികളെ മോചിപ്പിക്കാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ലെന്ന് കോടതി വ്യക്തമാക്കി. പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷയാണ് നൽകിയിരുന്നത്. ഇവർക്ക് ശിക്ഷാ ഇളവ് നൽകാൻ ഗുജറാത്ത് സർക്കാരിന് എന്ത് അധികാരമാണ് ഉള്ളതെന്നും കോടതി ചോദിച്ചു. എല്ലാ പ്രതികളും ജയിലിലേക്ക് തിരിച്ചെത്തണമെന്നും ജസ്റ്റിസ് BV നാഗരത്ന, ജസ്റ്റിസ് ഉജ്വൽ ഭുയാൽ എന്നിവരടങ്ങിയ ബെഞ്ച് പ്രസ്താവിക്കുകയും ചെയ്തു. ഇതോടെ ശിക്ഷയിൽ ഇളവ് നൽകി ഗുജറാത്ത് സർക്കാർ വിട്ടയച്ച എല്ലാ പ്രതികളും വീണ്ടും അഴിക്കുള്ളിലാകും. 2022 ഓഗസ്റ്റ് 15-നായിരുന്നു ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിലെ 11 പ്രതികളെയും ഗുജറാത്ത് സർക്കാർ വിട്ടയച്ചത്. പ്രതികളെ വിട്ടയച്ച നടപടിക്കെതിരെ ബിൽക്കിസ് ബാനു സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ MP മഹുവ മൊയ്ത്ര, CPM PB അംഗം സുഭാഷിണി അലി എന്നിവരും ഗുജറാത്ത് സർക്കാരിന്റെ നടപടി ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. 2002 മാർച്ചിൽ ഗോദ്ര സംഭവത്തിന് ശേഷമുണ്ടായ കലാപത്തിനിടെയാണ് 5 മാസം ഗർഭിണിയായിരുന്ന ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗം ചെയ്യപ്പെട്ടത്. 3 വയസ്സുള്ള മകൾ ഉൾപ്പെടെ കുടുംബത്തിലെ 7 പേരെ പ്രതികൾ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ബലാത്സംഗത്തിന് ഇരയാകുമ്പോൾ ബിൽക്കിസ് ബാനോയ്ക്ക് 21 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം വരെ ചേട്ടാ എന്നും സഹോദര എന്നും സ്നേഹത്തോടെ വിളിച്ചവർ തന്നെയായിരുന്നു അക്രമികൾ. അവർ തന്നോട് ഇങ്ങനെ ക്രൂരമായി പെരുമാറുമെന്ന് കരുതിയില്ലെന്ന് വേദനയോടെയാണ് ബിൽക്കിസ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും തന്നെ ആരും വെറുതെ വിട്ടില്ല. ബിൽക്കിസിന്റെ 6 വയസ്സുകാരി മകളെ കൺമുൻപിൽ നിലത്തടിച്ചു കൊല്ലുകയായിരുന്നു അക്രമികൾ. തന്നെ കൂട്ടബലാത്സംഗം ചെയ്തു എന്ന കാര്യം എഴുതണമെന്ന് ബിൽക്കിസിന്റെ ആവശ്യം പോലും പോലീസ് തള്ളിക്കളഞ്ഞു. ജീവൻ തിരികെ കിട്ടിയില്ലേ എന്നായിരുന്നു പോലീസിന്റെ ഭാഗം. വെറുമൊരു ആക്രമണം എന്ന് വിശേഷിപ്പിച്ചായിരുന്നു കൂട്ടക്കൊലപാതകവും കൂട്ടബലാത്സംഗവും ലോക്കൽ പോലീസ് എഴുതി തള്ളിയത്. എന്നാൽ പോരാടാൻ ഉറച്ച ബിൽക്കിസ് സുപ്രീം കോടതിയെയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും സമീപിച്ചു. അടുത്ത വർഷം ഡിസംബറിൽ സുപ്രീം കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. തുടർന്ന് ഏറെ വിവാദമായ സംഭവത്തിൽ 2 വർഷത്തിന് ശേഷം 2004-ലാണ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ലോക്കൽ പോലീസിന്റെ കയ്യിൽ യാതൊരു തെളിവുമില്ലാതിരുന്ന കേസിൽ അന്വേഷണം ഏറ്റെടുത്ത 1 മാസത്തിനകം CBI പ്രതികളെയെല്ലാം പിടികൂടി. കേസ് അന്വേഷണം നടത്തിയത് മുതൽ കുറ്റപത്രം സമർപ്പിക്കുന്നതുവരെയുള്ള കാര്യങ്ങൾ ചെയ്തത് കേരള കേഡർ IPS ഓഫീസർ യോഗേഷ് ഗുപ്തയായിരുന്നു. അന്ന് അദ്ദേഹം CBI-യിലായിരുന്നു. 500 പേജുള്ള കുറ്റപത്രം തയ്യാറാക്കാനായി യോഗേഷ് ഗുപ്തയും സംഘവും രാവും പകലും കഠിനാധ്വാനം ചെയ്തു. തുടർന്ന് അഹമ്മദാബാദിൽ കേസിന്റെ വിചാരണ ആരംഭിച്ചു. പക്ഷേ സാക്ഷികളെ ഉപദ്രവിക്കുമെന്നും CBI ശേഖരിച്ച തെളിവുകൾ അട്ടിമറിക്കപ്പെടുമെന്നും ബിൽക്കിസ് ബാനു ആശങ്ക പ്രകടിപ്പിച്ചതിനെ തുടർന്ന് 2004 ഓഗസ്റ്റിൽ സുപ്രീം കോടതി കേസ് മുംബൈയിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്ന് 2008 ജനുവരി 21-ന് മുംബൈ CBI കോടതി 11 പ്രതികളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. എന്നാൽ ജയിലിൽ 15 വർഷം പൂർത്തിയായെന്നും വിട്ടയക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതികളിൽ ഒരാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ജസ്റ്റിസുമാരായ അജയ് റസ്തോഗിയും വിക്രം നാഥും അടങ്ങുന്ന ബെഞ്ച് ജാമ്യാപേക്ഷ പരിഗണിക്കാൻ ഗുജറാത്ത് സർക്കാരിനോട് നിർദ്ദേശിച്ചു. കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പഞ്ചമഹൽ കളക്ടർ അധ്യക്ഷനായ സമിതി വിഷയത്തിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകി.
കേസിൽ 15 വർഷം ശിക്ഷ പൂർത്തിയാക്കിയതിനാൽ എല്ലാവരെയും വിട്ടയക്കണമെന്ന ഈ നിർദ്ദേശപ്രകാരമാണ് കഴിഞ്ഞ ഓഗസ്റ്റ് 15-ന് ഗോദ്ര സബ് ജയിലിൽ നിന്നും പ്രതികൾ മോചിതരായത്. കേസിൽ 1992-ലെ ഇളവ് നിയമങ്ങൾ ഉപയോഗിക്കാൻ ഗുജറാത്ത് സർക്കാരിന് സുപ്രീം കോടതിയായിരുന്നു അനുമതി നൽകിയത്. ഈ ഉത്തരവിനെയാണ് ബിൽക്കിസ് ബാനു സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തത്. എന്നാൽ പലവിധ ന്യായങ്ങൾ പറഞ്ഞ് പ്രതികൾ നടപടി നീട്ടിക്കൊണ്ടു പോകുകയായിരുന്നു. പ്രതികളിൽ ഒരാൾ നടത്തിയ നീക്കത്തിൽ കോടതിയും പെട്ടുവെന്ന കുറ്റസമ്മതം കൂടിയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചത്. പുനഃപരിശോധനയ്ക്ക് വഴി തേടാതെ ഉപായമാക്കി മാറ്റിയ ഗുജറാത്ത് സർക്കാരിനെയും വിധിയിലൂടെ കോടതി വിമർശിക്കുകയും ചെയ്തു. ബിൽക്കിസ് എന്നത് ബൈബിളിലും ഖുറാനിലുമെല്ലാം പ്രതിപാദിക്കുന്ന ഷേബ രാജ്ഞിയുടെ മറ്റൊരു പേരാണ്. ദാവീദിന്റെ ജ്ഞാനത്തെ പരീക്ഷിക്കാൻ എത്തിയതായിരുന്നു ഷേബ. എങ്കിൽ ഇന്ന് നീതി തേടി പരമോന്നത നീതിപീഠത്തിന് മുന്നിലെത്തിയതായിരുന്നു ബിൽക്കിസ്. ബിൽക്കിസ് ബാനു ഒരു പ്രതീകമാണ്. ഒറ്റയ്ക്ക് പോരാടി നീതി നേടിയെടുത്ത സ്ത്രീയുടെ പ്രതീകം. ഒപ്പം ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് സ്ത്രീക്ക് നൽകുന്ന നീതി എന്ന ഉറപ്പും.